കാസർഗോഡ് കാറടുക്ക സൊസൈറ്റി തട്ടിപ്പിൽ സഹകരണ വകുപ്പ് വിശദമായ അന്വേഷണം നടത്തുമെന്ന് സംസ്ഥാന സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാർ കെ ലസിത. സഹകരണ നിയമം വകുപ്പ് 65 പ്രകാരം അന്വേഷണത്തിന് ഉത്തരവിട്ടതായി അവർ പറഞ്ഞു. 2 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകിയെന്നും അവർ വ്യക്തമാക്കി. പ്രാഥമിക പരിശോധനയിൽ 4.75 കോടിയിലധികം തട്ടിപ്പ് കണ്ടെത്തിയെന്നും സെക്രട്ടറി മാത്രമാണ് ഉത്തരവാദിയെന്നാണ് ആദ്യ നിഗമനമെന്നും പറഞ്ഞ അവർ, സൊസൈറ്റിയിലുള്ള സ്വർണമെല്ലാം കൃത്യമാണെന്ന റിപ്പോർട്ട് മാർച്ചിൽ ലഭിച്ചിരുന്നുവെന്നും അത് സൊസൈറ്റി പരിശോധിക്കാതെ നൽകിയ റിപ്പോർട്ടാണെന്നും വ്യക്തമാണെന്നും പറഞ്ഞു. CPM നിയന്ത്രണത്തിലുള്ള കാസർഗോഡ് കാറടുക്ക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ 4.76 കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നത്. പണം സൊസൈറ്റി സെക്രട്ടറി കർമ്മംതൊടി സ്വദേശി കെ രതീശൻ വയനാട്ടിലും ബംഗളൂരുവിലും റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിക്കുകയായിരുന്നു. വയനാട്ടിൽ സ്ഥലവും ബംഗളൂരുവിൽ 2 ഫ്ളാറ്റുകളുമാണ് രതീശൻ വാങ്ങിയതെന്നാണ് വിവരം. 3 വർഷം കൊണ്ടാണ് ഇയാൾ ഇത്ര വലിയ തട്ടിപ്പ് നടത്തിയതെന്നും പ്രാഥമിക അന്വേഷണത്തിൽ വെളിവായിട്ടുണ്ട്. തന്റെ മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും എല്ലാം പേരിൽ വ്യാജ സ്വർണ്ണപ്പണയ ലോൺ എടുത്താണ് രതീശൻ പണം തട്ടിയത്. കേരള ബാങ്കിൽ നിന്നും സൊസൈറ്റിക്ക് ലഭിച്ച ക്യാഷ് ക്രെഡിറ്റായ 1.90 കോടി രൂപയും ഇയാൾ തട്ടിയെടുത്തു. സൊസൈറ്റിയിൽ പണയം വെച്ച 42 പേരുടെ സ്വർണവുമായാണ് CPM ഉള്ളേരിയ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന രതീശൻ കടന്നുകളഞ്ഞത്. ഏകദേശം 1.12 കോടി രൂപയുടെ സ്വർണം ഉണ്ടാകുമെന്നാണ് കണക്ക്. തട്ടിപ്പ് കണ്ടെത്തിയതിനെ തുടർന്ന് സൊസൈറ്റി ഭരണസമിതിയുടെ നിർദ്ദേശപ്രകാരം ഇയാൾ അവധിയിൽ പ്രവേശിച്ചിരുന്നു. ഈ അവധിക്കാലത്താണ് സ്വർണം കടത്തിയത്. 3 വർഷം തട്ടിപ്പ് നടത്തിയിട്ടും ഓഡിറ്റിംഗിലടക്കം കണ്ടെത്താതിരുന്നത് എന്തുകൊണ്ടാണെന്നും രതീശന് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചോ എന്നും അവധിയിലായിട്ടും ലോക്കർ തുറന്ന് സ്വർണം കടത്താൻ എങ്ങനെ സാധിച്ചു എന്നുമടക്കം ഉത്തരം കിട്ടേണ്ട ചോദ്യങ്ങൾ നിരവധിയാണ്.